ഒരു ഇന്ത്യൻ ബൈക്കിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു മുതലിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ആ ഒരു എല്ലാത്തിലും 1 മീറ്റർ വന്നപ്പോഴത്തേക്കും പേഴ്സണലി എനിക്ക് എല്ലാ വണ്ടിയിലും ആ ഒരു ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ 220 വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫെയറിങ്ങിനോട് നല്ല രീതിക്ക് മാച്ച് ആവുന്നുണ്ട് ആ ഒരു മീറ്റർ എന്ന് പറയുന്നത്. ലോ ഫ്യൂൽ വാണിംഗ് ഉണ്ട്, പിന്നെ ഡിസ്റ്റൻസ് ടു എംറ്റി ഉണ്ട്, നമ്മൾ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. 10x10 നാവിഗേഷൻ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ആ സ്വിച്ച് ഇത് ഇവിടെ വരുന്നുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒന്നുകൂടെ നോക്കട്ടെ. ഇല്ല കേട്ടോ, അതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല. പറയല്ലോ ഒരു ലെജൻഡറി ബൈക്ക് എന്ന് ലെജൻഡറി ബൈക്ക് അറിയാം. അതിനിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 2024 മോഡൽ പൾസർ 220 ആണ്, ദ ലെജൻഡറി ബൈക്ക്. നമ്മുടെ F250 N250 ഇറങ്ങിയ സമയത്ത് വണ്ടി ഒന്ന് ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും റീലോഞ്ച് ആയപ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അന്ന് വലിയ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വീണ്ടും വണ്ടിയിൽ ഒരു അത്യാവശ്യം നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഈ ഒരു മീറ്റർ തന്നെയാണ് കേട്ടോ. അനലോഗും ഡിജിറ്റലും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള നമ്മൾ NS കണ്ട പോലത്തെ വേറൊരു ടൈപ്പ് മീറ്റർ. ഈ ഒരു സൈഡിൽ റൗണ്ടായിട്ട് വരുന്ന ആ ഒരു മീറ്റർ കൺസോളൊക്കെ പോയിട്ട് നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ പോർഷനിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ഫീൽ കേട്ടോ വണ്ടിയിൽ. കാരണം നമ്മൾ കണ്ട് ശീലിച്ച ആ ഒരു ലുക്ക് അങ്ങ് പോയ സമയത്ത് വേറെ എന്തോ ഒരു ഫീൽ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു മീറ്റർ തന്നെയാണ് ഇപ്പോൾ എല്ലാ വണ്ടിയിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ പൾസർ 220 വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ മാച്ച് ആയ പോലെ തോന്നുന്നുണ്ട്. കാരണം ആ ഒരു കുറച്ചുകൂടെ ആ ഒരു മീറ്റർ ഒന്ന് മാച്ച് ആയ നമ്മുടെ 220 തോന്നുന്നതാണ്. എൻ്റെ ഫെയറിങ് അതിൻ്റെ ഒരു ഡിസൈനും കൂടെ വന്നപ്പോഴത്തേക്കും നല്ലൊരു മാച്ച് ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ മീറ്റർ കൺസോളാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ 10x10 നാവിഗേഷൻ, നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മളെ 220. അപ്പോൾ ഇതുവരെയുള്ള വണ്ടിയുടെ ആ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ 2007 ലോഞ്ച് ആയ ഒരു വണ്ടിക്ക് ഇപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 220 ഇങ്ങനെ ഇരിക്കുന്നതാണ് ശരിക്കും പറയാൻ നല്ലത്. 220 മാറ്റുന്നത് ശരിയല്ല. കാരണം ഈ ഒരു ടയർ സെക്ഷനിലും ഒരു എഞ്ചിൻ സൈഡ് എന്തെങ്കിലുമൊക്കെ ഒരു ലിക്വിഡ് കൂളിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത വണ്ടി കുറച്ചുകൂടെ ഒന്ന് നൈസ് ആയിരുന്നേന്. പക്ഷേ ഈ ഒരു ഫെയറിങ്ങോ ഈ ഒരു ഡിസൈനോ ഒന്നും മാറ്റുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം ഈ ഒരു ഡിസൈൻ മാറ്റി കഴിഞ്ഞാൽ പിന്നെ 220 ഇല്ല. വണ്ടിയിൽ കാര്യമായിട്ടുള്ള വേറെ വ്യത്യാസങ്ങളൊന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ ഒരു കുഞ്ഞു വീഡിയോ ആവാനാണ് ചാൻസ്. കാരണം കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടോ അതിൻ്റെ സ്പെക്കിലോട്ടോ അതിൻ്റെ ടയർ സെക്ഷനിലോട്ടോ എഞ്ചിൻ സൈഡിലോട്ടോ ഒന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് മെയിനായിട്ട് പറയേണ്ടത് ഇതിൽ നമ്മുടെ ആ ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ അടുത്ത് 220 ഡിസൈൻ മാറ്റണം, ഇതിലിൻ്റെ എന്ത് മാറ്റണം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു എയർ കൂൾഡ് എഞ്ചിൻ ഉണ്ടല്ലോ, ഈ ഒരു ഓയിൽ കൂൾഡ് എഞ്ചിനൊക്കെ മാറ്റിയിട്ട് ഒന്ന് ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ളൊരു എഞ്ചിനൊക്കെ 220 ഒരു പുതിയൊരു എഞ്ചിനൊക്കെ കൊണ്ടുവരായിരുന്നു അവർക്ക്. പിന്നെ ഒരു ടയർ സെക്ഷനാണ്, ടയർ സെക്ഷനൊക്കെ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഫോർക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് എനിക്ക് ഒന്ന് നമ്മുടെ NS200 കണ്ട ആ ഒരു 33mm USD ഫോർക്ക് ഉണ്ടല്ലോ, എനിക്ക് ഒന്ന് F250 കണ്ട ഒരു 37mm USD ഫോർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു 220 ആഡ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ അവരിപ്പോൾ എല്ലാത്തിലും കൊടുക്കുന്നുണ്ട് USD ഫോർക്ക്. 160 പോലും നമ്മളെ N160 പോലും USD ഫോർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരു USD ഫോർക്ക് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മാസമായിരുന്നു വണ്ടി. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫെയറിങ്. ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഫെയറിങ് തന്നെയാണ്. നമ്മൾ ഒരു 2007 അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ ബൈക്കിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു സാധനമാണ്, മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു മുതലാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഒരു ഇന്ത്യൻ ബൈക്കിൻ്റെ ഹിസ്റ്ററി ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മുതലുണ്ടല്ലോ, ഈ ഒരു മുതലുണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് ആ ഒരു സമയത്തെന്നൊക്കെ പറയുന്നത് എൻ്റെ മോനെ ഒരു മാർക്കറ്റിൽ അത്ര ഇൻഫ്ലുവൻസ് ചെയ്തൊരു മുതലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാലത്തിനനുസരിച്ച് മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫെയറിങ് ഒന്നും മാറ്റേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ഫെയറിങ് ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ 220 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ വരുന്നൊരു രൂപമുണ്ട്, ഇതാണ് സംഭവം. പക്ഷേ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു പുതിയ ഫെയറിങ് കൊടുത്താൽ പിന്നെ വണ്ടിയില്ല കേട്ടോ. ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ വണ്ടിയിലുണ്ട്. ഒരു ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ കൊടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഇപ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 90 വരുന്നത്, C8 ടയറാണ്. ബാക്കിലും 120 ടയർ സെക്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ സ്വിങ്ങാമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് നോർമൽ നമ്മുടെ ബോക്സ് ടൈപ്പ് സ്വിങ്ങാമോ അല്ല, കുറച്ചൊന്ന് കർവ്ഡ് ആയിട്ടുള്ള ഈ മോഡൽ സ്വിങ്ങാമോ, നോർമൽ ടൈപ്പ് സ്വിങ്ങാമൊക്കെ ഉണ്ട് വരുന്നത്. അപ്പോൾ സ്വിങ്ങാമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ടയറൊക്കെ ഒന്ന് അപ്സൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എഞ്ചിൻ സൈഡ് ഞാൻ പറഞ്ഞല്ലോ ലിക്വിഡ് കൂൾഡ് ഒന്ന് ആക്കാൻ പറ്റും. പിന്നെ ഓൾറെഡി ബൾക്കാണ് ഫ്രണ്ട് സൈഡൊക്കെ, വണ്ടി അത്യാവശ്യം നല്ല ബൾക്കാണ്, പണ്ടേ ബൾക്കാണ് കേട്ടോ. ടൈൽ സെക്ഷൻ ആയാലും നമ്മൾ കണ്ടുമടുത്താന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ലാർജറായിട്ടുള്ള ടൈൽ സെക്ഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ നോർമൽ ടിപ്പിക്കൽ പിന്നെ ഒരു ഇൻഡിക്കേറ്ററൊക്കെ അവരൊക്കെ മാറ്റായിരുന്നു കേട്ടോ. കാരണം N160 അവർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഡോമിനറിലും RS200 വരുന്ന പോലെ NS ഇപ്പോൾ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇൻഡിക്കേറ്റർ മാറ്റായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്.
ബാക്കിയെല്ലാം ഓൾവേസ് സിമിലർ ആണ് കേട്ടോ. ആ ഒരു നമ്മൾ മുന്നേ കണ്ട ആ ഒരു സെയിം ഇൻഡിക്കേറ്റർ തന്നെ വരുന്നുണ്ട്. ടയർ സെക്ഷൻ ആയാലും നമ്മുടെ ഡിസ്കിൻ്റെ സൈസ് ആയാലും എഞ്ചിൻ സൈഡ് ആയാലും 220cc മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 20 bhp തന്നെയാണ്. എഞ്ചിൻ സൈഡോ പെർഫോമൻസ് സൈഡോ മാറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ OBD2 ആയിട്ടുണ്ട്. E20 എന്നൊക്കെ അതിൻ്റെ ടാങ്കിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡിൽ ബാറൊക്കെ സെയിം തന്നെയാണ്. മിറേഴ്സ് ആയാലും അതിൻ്റെ ഫെയറിങ് ആയാലും ബാക്കിയെല്ലാം സെയിം. മഡ്ഗാൻ്റെ ഡിസൈൻ ആയാലും സെയിം. അണ്ടർ ബെല്ലി സെയിം. എക്സോസ്റ്റ് ആയാലും ആ ഒരു വലിയ ബാരലായിട്ടുള്ള എക്സോസ്റ്റാണ് വരുന്നത്. പിന്നെ ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് എടുത്ത് പറയേണ്ട ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ 220 എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഇവിടെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേത്തെ വേരിയൻറ്റ് ഇത്രയും വലുതായിട്ട് അവർ ഒരിക്കലും കൊടുത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ N160 നമ്മുടെ F250 ഞാൻ ഇങ്ങനത്തെ കുറച്ച് വലുതായിട്ട് കൊടുക്കുന്ന സ്റ്റിക്കർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 220 ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഇത്രയും വലുതായിട്ട് ഫെയറിങ്ങിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല രസമുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് നമ്മൾ 220 ചിലപ്പോൾ ഒരുപാട് ഓണേഴ്സ് ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ വേണമെന്ന്. ആസ് NS100ലും 220ലും എല്ലാത്തിലും നമ്മളൊരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ, ഒരു സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഒക്കെ വേണമെന്ന് ഒരുപാട് പേര് ഓണേഴ്സൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് NS വന്നേക്കാട്ടി ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മീറ്റർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ ഭയങ്കര രസമുണ്ട്. കാരണം ആ ഒരു നല്ല ഫെയർ ഇങ്ങനെ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഫെയറിങ്ങിന് നല്ലപോലെ മാച്ച് ആവുന്നുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. കാരണം അതിനുവേണ്ടി ചെയ്ത പോലെ ഒരു ഫെയറിങ് പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു ഫെയറിങ്ങിൽ പഴയ സാധനം എടുത്ത് മാറ്റിയിട്ട് പുതിയത് മാത്രം വെച്ച ആ ഒരു ഫീലിംഗ് ഇല്ലാണ്ട് പക്ക ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ ബൈക്കിലൊക്കെ നമ്മളിങ്ങനെ ചാവിയൊക്കെ ഓണാക്കുന്ന സമയത്ത് സംഭവങ്ങളൊക്കെ കാണിക്കുമല്ലോ, ആ ഒരു സെയിം ഫീലിംഗ് ഉണ്ട്. കാരണം ഇതൊരു ഫെയർഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു മീറ്റർ ആയിരിക്കും കുറച്ചുകൂടെ മാച്ച് ആവുന്നത്. അപ്പോൾ മീറ്ററിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മുന്നേ റിവ്യൂ ചെയ്ത ആ ഒരു സെയിം മീറ്റർ തന്നെയാണ് കേട്ടോ. അവരിപ്പോൾ കോമൺലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ പൾസർ സീരീസിലും അല്ലെങ്കിൽ N സീരീസിലൊക്കെ കൊടുക്കുന്ന ആ ഒരു സെയിം മീറ്റർ തന്നെയാണ് വരുന്നത്. ആ റിവേഴ്സ് ഡിസ്പ്ലേ, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ലെറ്റേഴ്സ് എല്ലാം വൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ചാവി ഓണാക്കി നോക്കാം. മറ്റാണ്ട് ഈ ഒരു സൈഡ് കാണിക്കാനുള്ളതാണ് അന്നേരം ചെറിയൊരു ബോക്സിൽ. പക്ഷേ ഇതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടില്ല. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതിലില്ല കേട്ടോ. അയ്യോ, അതെന്താണ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. വണ്ടി ഇപ്പോഴും 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ USB പോർട്ടാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ USB പോർട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു അപ്ഡേറ്റ്. ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആകും ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാ വണ്ടിയിലും ഈ ഒരു സെയിം മീറ്റർ തന്നെയാണ് ഇരിക്കുന്നത് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. പക്ഷേ അതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്തിനടുത്ത് മാറ്റിയാൽ ഇതിൽ കൊണ്ടുവരത്ത് എന്താ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഒന്നുകൂടെ നോക്കട്ടെ. ഇല്ല കേട്ടോ, ഇതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല. ബാക്കിയെല്ലാം വരുന്നുണ്ട്. ബാക്കി മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ സ്പീഡോമീറ്റർ, ഹോഡോമീറ്റർ, ട്രിപ്പ്, എഞ്ചിൻ ഓഫ് എന്ന വാണിങ്, പിന്നെ ABS, ഈ ഒരു സൈഡിൽ വാണിംഗ് ലൈറ്റ്സ് ഒക്കെയാണ് വരുന്നത്. ABSൻ്റെയും എഞ്ചിൻ്റെ വാണിംഗ് വരുന്നുണ്ട്. ലോ ഓയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, കിലോമീറ്റർ, 10x10 നാവിഗേഷൻ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ആ സ്വിച്ച് ഇത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ടൈം കാണിക്കുന്നുണ്ട്. നമ്മുടെ RPM മീറ്റർ എല്ലാം ഡിജിറ്റലായിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്യൂൽ വാണിംഗ് ഉണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ടു എംറ്റി ഉണ്ട്. നമ്മൾ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. ബാക്കി ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലായിട്ട് പോകുന്നില്ല. പറഞ്ഞ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും ഈ ഒരു മീറ്റർ ആയതുകൊണ്ട് റിപ്പീറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. പക്ഷേ ഇതിൽ മിസ്സിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടില്ല കേട്ടോ. അതെന്താണ് വരാത്തതെന്ന് ചോദിച്ചാൽ നോ ഐഡിയ മാൻ. അയ്യോ, അവരെന്താ അങ്ങനെ ചെയ്യുന്നത് അറിയാൻ വയ്യ. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാനേ ഇല്ല. അപ്പോൾ മീറ്ററിൻ്റെ ഭാഗത്ത് ആ ഒരു അപ്ഡേറ്റ് ആണുള്ളത്. ബാക്കി ഫെയറിങ്ങിൻ്റെ സൈഡായാലും ഈ ഒരു ഹാൻഡിൽ ബാർ ആയാലും പ്രത്യേകിച്ച് മാറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. കിറ്റ് എല്ലാം സെയിം തന്നെയാണ്. ടാങ്കിൻ്റെ സൈസ് ആയാലും ഈ ഒരു ടെയിൽ സെക്ഷൻ ആയാലും ഗ്രാബ് റെയിലായാലും ടയർ സെക്ഷൻ, അണ്ടർ ബെല്ലി, നമ്മുടെ എക്സോസ്റ്റ്, ഈ ഒരു സൈഡ് ഫെയറിങ്, ഈ ഒരു കാർബൺ ഫൈബർ ഡിപ്പൊക്കെ അന്നേ നമ്മൾ അതിന് തൊട്ട് മുന്നത്തെ വേരിയൻ്റ് ഇറങ്ങിയ സമയത്തും ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. പക്ഷേ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വൈ ബജാജ് എന്തിനാണ് ഇതിൽ നിന്നെടുത്ത് കളഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് 220 പറ്റി. നമ്മളെ മീറ്റർ കൺസോളിൻ്റെ അപ്ഡേറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു മോഡലിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് പ്രൈസും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു 220യുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 142 ആണ് കേട്ടോ. 1,42,000 ആണ്. അത് ഓൺ റോഡ് ആവുന്ന സമയത്ത് 1,82,000. ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലെജൻഡറി 220 പറ്റി എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ ചുമ്മാ അത് ഇത്രയാണ്, ടയർ സൈസ് എത്രയാണ്, ബ്രാക്ക് എത്രയാണ് വരുന്നത്, എഞ്ചിൻ 220cc ആണ് എന്ന് പറഞ്ഞ് വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നതിൽ കാര്യമില്ല. എനിക്ക് മീറ്റർ അപ്ഡേറ്റ് ആയിട്ടുള്ള 220 ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എത്ര പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി റിവ്യൂ
ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത് നമ്മുടെ കല്ലിങ്ങൽ ബജാജ് ആറ്റിങ്ങിലാണ്. അപ്പോൾ വണ്ടി ബുക്ക് ചെയ്യാനും ബാക്കി EMI ഡീറ്റെയിൽസ്, ഡൗൺ പേയ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീനിൽ ഇപ്പോൾ താഴെ ഞാൻ നമ്പർ കാണിച്ചേക്കാം. ആ ഒരു നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ദ ലെജൻഡറി 220 വണ്ടി എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഫെയറിങ്ങൊക്കെ വണ്ടി അടിപൊളിയാണ്, ഭയങ്കര രസമാണ്, സൂപ്പർ ബൈക്ക് ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് ചേഞ്ചസ് കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സ്വിങ് ആകുമ്പോൾ ഒരു എഞ്ചിൻ സൈഡ്, ടയർ സെക്ഷൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആക്കാനുള്ള സമയം വളരെ അതിക്രമിച്ചു കേട്ടോ. കാരണം 2007 ലോഞ്ച് ആയിട്ടുള്ള ഒരു മുതലാണ്. കാരണം കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയും ഇതിന് കാര്യമായിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. ടു ബി പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഒന്ന് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് സ്ട്രക്ചറൊക്കെ ഒന്ന് അഴിച്ച് പണിയാനുണ്ട്. കിറ്റൊന്നും മാറ്റണ്ട. കിറ്റ് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ 220 എവിടെ എന്ന് ചോദിച്ചു പോകും. കാരണം ഈ ഒരു ഡിസൈനൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഈ ഒരു ആ ഒരു ഫേസൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഫേസ് തന്നെയാണ് 220 എന്ന് പറയുന്നത്. അപ്പോൾ 220 ആയിട്ട് തന്നെ ഇരിക്കട്ടെ. കുറച്ചുകൂടെയൊക്കെ അപ്ഡേറ്റ് വരാൻ ഫ്യൂച്ചറിൽ വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് റോഡിലും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. കാരണം ഞാൻ കുറച്ചേ ഓടിച്ചുള്ളൂ, എനിക്ക് വണ്ടി ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓൺ റോഡ് ഒന്ന് കയറ്റിയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ല, വണ്ടി ഭയങ്കരമായിട്ട് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നൊരു ഫീൽ എന്ന് പറയുന്നത് വണ്ടി എഞ്ചിൻ റിഫൈൻമെൻ്റ് ആണ്. നല്ല സ്മൂത്ത് ഉണ്ടെന്ന് പറയാൻ നല്ല സ്മൂത്ത് ഉണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. മുന്നത്തെ നമ്മുടെ BS4 തൊട്ട് മുന്നത്തെ BS6 വേരിയൻ്റൊക്കെ ആയിട്ട് ഇതിപ്പോൾ BS6 സ്റ്റേജ് 2 ആണ് കേട്ടോ. സ്റ്റേജ് 2 ആയിട്ടുള്ള എഞ്ചിനാണ്, OBD2. അപ്പോൾ നല്ല റിഫൈൻമെൻ്റ് ഉണ്ട്, എഞ്ചിൻ റിഫൈൻമെൻറ്റ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ 3 പീസ് ഹാൻഡിൽ ബാർ എന്നുള്ളൊരു ഫീഡ്ബാക്കൊക്കെ മുന്നത്തെ പോലെ തന്നെയാണ്. അധികം വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. കാരണം പുതിയ വണ്ടി ആയതുകൊണ്ട് അധികം കൈയൊന്നും കൊടുത്ത് ഓടിക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു 4000 5000 RPM ഒക്കെ കഴിയുന്ന സമയത്ത് വണ്ടി എങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് വൈബ്രേഷനൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഇപ്പോൾ എന്തായാലും ഭയങ്കര നോർമലാണ്. വൈബ്രേഷനോ കൈക്ക് പെരുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബാക്കി ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സൈഡിലോട്ട് ആ ഒരു മീറ്റർ കൺസേണുള്ള സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് നല്ല മാച്ചുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പല വണ്ടിയിലും ആ ഒരു എല്ലാത്തിലും ഒരു മീറ്റർ വന്നപ്പോഴത്തേക്കും പേഴ്സണലി എനിക്ക് എല്ലാ വണ്ടിയിലും ആ ഒരു ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ 220 വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫെയറിങ്ങിനോട് നല്ല രീതിക്ക് മാച്ച് ആവുന്നുണ്ട്. ആ ഒരു മീറ്റർ എന്ന് പറയുന്നത് നല്ലപോലെ അവരത് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒട്ടും ബോറായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു മീറ്റർ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ 220 തന്നെയാണ് കേട്ടോ. പിന്നെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ഹോൺ ഉണ്ടല്ലോ, ഈ സാധനം, ആ ഒരു സൗണ്ട് എൻ്റെ പൊന്നെ നല്ല രസമാണ് കേട്ടോ. ഞാനൊരു 220 ഹോൺ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് എൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. NSലൊന്നും ആ ഒരു സൗണ്ട് ഇല്ലടേ. അയ്യോ, വണ്ടി റോഡിലായ. അപ്പോൾ ബാക്കിയെല്ലാം സെയിം കേട്ടോ. നമ്മുടെ ആ ഒരു മിറേഴ്സൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മിറേഴ്സ് എല്ലാം സെയിം. പിന്നെ ഹാൻഡിൽ ബാർ 3 പീസ് ഹാൻഡിൽ ബാർ, ബാക്കി സ്വിച്ച് സെറ്റ്, അതിൻ്റെ ഒരു ഫീല്, എൻജിൻ സൈഡാണ് എനിക്ക് മെയിനായിട്ട് പറയേണ്ടത്. ആ ഒരു സൗണ്ടിൽ പോലും വണ്ടിക്ക് കാര്യമായിട്ടുള്ള വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു സെയിം സൗണ്ടും ആ ഒരു സെയിം വൈബ് തന്നെ കേട്ടോ. നമ്മൾ എന്നൊക്കെ 220 ഓടിക്കുകയോ നമ്മൾ ആ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. പിന്നെ ആ ഒരു ഫെയറിങ്ങും എല്ലാം ഒരു വണ്ടി ശരിക്കും പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. 220 എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്ത്യൻ ബൈക്കിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു മോഡലിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. വണ്ടിക്ക് എന്താണ് ഒരു രാജാവ് എന്നും നമ്മൾ പറയുമല്ലോ, ഒരു ലെജൻഡറി ബൈക്ക് എന്ന് ലെജൻഡറി ബൈക്ക് അറിയാം. അതിനിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ ബൈക്കിനും പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ വയ്യ. അന്നോട്ട് ഇന്ന് വരെ ഇറങ്ങിയ പല ബൈക്കും വന്നിട്ട് നമ്മൾ അറിയുക പോലും ചെയ്യാതെ തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അന്ന് ഇറങ്ങിയിട്ട് ഇന്നും ഇതിൻ്റെ ഒരു തലയെടുപ്പിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാ ബൈക്കിനും അങ്ങനെ ആവാൻ പറ്റിയിട്ടില്ല. ഒരു വിരലുണ്ടാവുന്ന കുറച്ച് ബൈക്കിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഈ വണ്ടിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഐക്കോണിക്കാണ് മാൻ, ഒന്നും പറയാനില്ല. ആ ഒരു ഫീൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. 220 എന്തായിരുന്നോ അത് തന്നെയാണ് 220 ഇപ്പോഴും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എഞ്ചിൻ, ഒരു ലിക്വിഡ് കൂൾഡായിട്ടുള്ള ഒരു എഞ്ചിൻ, ഒരു 220cc അല്ലേ, അപ്പോൾ ഒരു ലിക്വിഡ് കൂൾഡായിട്ടുള്ള എഞ്ചിൻ, പിന്നെ ടയർ സെക്ഷൻ, ആ ഒരു സിംഗാമൊക്കെ കുറച്ചുകൂടെയൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നൈസായിരുന്നു. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. ഓൺ റോഡ് ഭയങ്കര സ്മൂത്താണ് വണ്ടി, നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ 220 പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വണ്ടിയുടെ ഈ ഒരു അപ്ഡേറ്റ് എങ്ങനെ തോന്നിയെന്നുള്ള കാര്യം ബെസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി ആ ഒരു മീറ്റർ 220 വന്നപ്പോഴാണ് കിടിലായിട്ട് തോന്നിയത് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഫീലുണ്ട്. ആ ഒരു അങ്ങോട്ട് നോക്കുന്ന സമയത്ത്, ആ ഒരു മീറ്റർ കൺസോളിലോട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു ഫീലുണ്ട് കേട്ടോ. ശരിക്കും നല്ല മാച്ചുണ്ട്. ആ ഒരു ഫെയറിങ്ങും ആ ഒരു സൈസും എല്ലാം, ആ ഒരു ബ്ലാക്ക് ഫിനിഷും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് ആറ്റിങ്ങിലാണ്, കല്ലിങ്ങൽ ബജാജ് ആറ്റിങ്ങിലാണ് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത്. അപ്പോൾ താങ്ക്സ് ടു കല്ലിങ്ങൽ ബജാജ് ആറ്റിങ്ങൽ. വണ്ടി ഭയങ്കര നൈസാണ് കേട്ടോ, നല്ല രസമാണ് ഇങ്ങനെ ഓൺ റോഡ്, നല്ലൊരു ഫീലാണ് ഈ ഒരു ഫെയറിങ്ങുള്ള വണ്ടി ഇങ്ങനെ ഓടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും